ഇൻഡസ്ട്രിയിൽ അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ആ വഴിക്ക് അങ്ങ് പോയി സൂപ്പർ സ്റ്റാറും മെഗാ സ്റ്റാറുമായി അങ്ങനെ പരിലസിക്കാം, നിർമ്മാതാവ്, വിതരണം, ഇതൊന്നും നമ്മുടെ കാര്യമല്ല എന്ന് വിഭജിച്ച് നിർത്താതെ ഇൻഡസ്ട്രിയെ ഒരു ഹോളിസ്റ്റിക്കായ സമ്പൂർണമായ ഒരു പ്രതിഭാസമായി അങ്ങ് ഉൾക്കൊള്ളുന്നു. അത് ശരിയാണോ? ഞാൻ നിർമ്മാതാവും വിതരണക്കാരനാവുന്നൊന്നും ഞാൻ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല, നേരത്തെ പറഞ്ഞല്ലോ. കാരണം അതൊക്കെ ലക്ഷവും കോടികളുടെയും ബിസിനസ്സാണ്, റിസ്ക് ഭയങ്കരമാണ്. നമ്മളെ വെച്ച് സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കൾ ചില സമയത്ത് വീട് പണയം വെച്ചും ഒക്കെ സിനിമ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവർക്കത് തിരിച്ചെടുക്കാൻ പറ്റും, ചിലപ്പോൾ അതോടുകൂടി അവർ ഇല്ലാണ്ടാവും. അപ്പോൾ അതൊക്കെ ആ കാലഘട്ടത്തിലൊന്നും ഞാനൊന്നും ശമ്പളം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബലം പിടിക്കാനൊന്നും പോയിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. അവരോട് എന്ത് തരാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും ഒരു 5000 രൂപ കൂടി കൂട്ടിത്തരാൻ പറ്റുമോ, അല്ലെങ്കിൽ 10000 കൂടി കൂട്ടിത്തരാൻ പറ്റുമോ, അങ്ങനെ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. കാരണം അവരുടെ റിസ്ക് ഭയങ്കര വലുതാണ്. പിന്നീട് കുറേ കാലത്തിന് ശേഷം നമ്മളെ വെച്ചിട്ട് സിനിമ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ശമ്പളം സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിർമ്മാതാവാനുള്ളൊരു കാരണം എൻ്റെ ജീവിതത്തിൽ 2002 എന്നെ കേരള ഫിലിം ചേംബർ ബാൻ ചെയ്തു. എന്നുവെച്ചാൽ അന്ന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു പ്രൊഡ്യൂസറും ഞാനും തമ്മിലുള്ള ഒരു സൗന്ദര്യപ്പണക്കം. അതൊരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലായപ്പോൾ ഞാനാണ് തെറ്റുകാരൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് എന്നെ 2 വർഷത്തേക്ക് ബാൻ ചെയ്തു. 20 ലക്ഷം രൂപ ഫൈനും അടയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ സത്യാവസ്ഥ മനസ്സിലായപ്പോഴാണ് ചേംബർ തന്നെ അത് പിൻവലിക്കുകയും കാര്യങ്ങളും ഇത് കോടതി വിധിയാണ് എന്നുള്ളത് വരികയൊക്കെ ചെയ്തു. പക്ഷെ അന്ന് ഞാൻ അനുഭവിച്ചൊരു മാനസിക സംഘർഷത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എല്ലാവരും ചോദിച്ചു, ഈ സത്യത്തിൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് പ്രൊഡ്യൂസർ, ഡയറക്ടർ, ടെക്നീഷ്യൻ ഗ്രൂപ്പും നിർമ്മാതാക്കളായിട്ട് മാത്രമേ എനിക്ക് അടുപ്പുള്ളൂ. പക്ഷെ അതിനപ്പുറത്തുള്ളൊരു ബോഡിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആരൊക്കെയാണ് ഈ കേരള ഫിലിം ചേംബർ? പറഞ്ഞത് നിർമ്മാതാക്കളാണ്, വിതരണക്കാരുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യമായി എനിക്ക് തോന്നിയത്, സിനിമയിൽ വന്നതിന് ശേഷം സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അഭിനയിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ നിർമ്മാണമൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ അതിലൊരാളാവണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഒരു സിനിമ കൊണ്ട് നിർമ്മാതാവും വിതരണക്കാരനുമായത്. അതാണ് CID മൂസ. അന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നത്, ഇങ്ങനൊരു ആവശ്യമുണ്ടോ? പക്ഷെ അതിനുശേഷം ആ നിർമ്മാണ കമ്പനിയാണ് പിന്നീട് എന്നെ സഹായത്തിനായി വന്നത്. കമ്പനികൾ തുടങ്ങാനുള്ള കാരണം എന്തും ഉണ്ടാവുന്നത് ഒരു കാരണത്തിനെ ബേസ് ചെയ്താണല്ലോ. അല്ല വെറുതെ പോയിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് ഇതാവില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ടാവണമെങ്കിൽ അതിനപ്പുറത്ത് എന്തെങ്കിലും 99% അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാരണം ഉണ്ടായപ്പോൾ അതിനകത്തേക്ക് കയറി. CID മൂസ ആദ്യത്തെ നിർമ്മാണ സംരംഭം, അതുണ്ടാക്കിയ വാണിജ്യ വിജയം, കലാപരമായും അത് തീർച്ചയായും ജനലക്ഷങ്ങൾ ആസ്വദിച്ച ചിത്രം തന്നെയാണ്. ഏറെ വർഷങ്ങൾക്ക് ശേഷം 2020 കാലം വന്നപ്പോൾ അങ്ങ് സമാഹരിച്ച് പ്രയോഗിച്ച് വിജയിപ്പിച്ച ഇത്തരം നിർമ്മാണ, വിതരണ, അങ്ങനെയുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ മനസ്സിലിങ്ങനെ വന്നു. അത്തരം സാധ്യതകൾ കൂടി എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് എന്നാൽ അമ്മയിലെ കലാകാരന്മാരുടെ സാമ്പത്തിക സഹായത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാകാം എന്ന നിലയിലാണോ ആ ചിത്രം ഉണ്ടായത്? അമ്മ സംഘടന ഒരു 3 വർഷത്തോളം സിനിമ ചെയ്യാം എന്നുള്ളൊരു, അത് ആർക്കും വന്ന് ചെയ്യാമെന്നുള്ളൊരു ഓപ്പൺ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റിനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആരും അത് ചെയ്യാൻ ധൈര്യം കാണിച്ചില്ല. അപ്പോൾ അത് വൈൻഡപ്പ് ചെയ്യാം, നമുക്ക് സ്റ്റേജ് ഷോയിലേക്ക് ഒതുങ്ങാം എന്നൊരു സംഭവത്തിലേക്ക് എത്തിയപ്പോഴാണ് അമ്മ എന്ന സംഘടന ഒരു തീരുമാനം എടുത്തിട്ട് അത് പിന്നിലേക്ക് പോകരുത് എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി. കാരണം എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അമ്മ എന്ന സംഘടനയാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. ആ സംഘടന ഇങ്ങനെ തോക്കാൻ പാടില്ല, നിങ്ങൾ ചെയ്യാൻ പോയിട്ട് എന്തായി എന്ന് മറ്റുള്ളവർ ഒരിക്കലും ആ സംഘടനയെ നോക്കി ചോദിക്കാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനത് ഇന്നസെൻ്റ് അടുത്ത് പറഞ്ഞു, ഇന്നസെൻ്റാ എനിക്ക് നെറ്റ്വർക്ക് ഉണ്ട്, വേണ്ട എന്ന് ഉറച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചോട്ടെ, ഇത്ര ലക്ഷം രൂപ
അന്ന് സാറ്റലൈറ്റ് റേറ്റും ഇത്രയില്ല, ആർട്ടിസ്റ്റുകൾക്ക് ഇത്ര ശമ്പളമില്ല, ആ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇന്നസേട്ടൻ പറഞ്ഞു, നീ കാര്യമായിട്ട് പറയണം. ഞാൻ പറഞ്ഞു, ആഗ്രഹമുണ്ട്, ഓക്കെ പറഞ്ഞാൽ ബാക്കിയെല്ലാം ഞാൻ നോക്കാം. അപ്പോൾ പറഞ്ഞു, ഞാൻ 1 കോടി രൂപ തരാം. 1 കോടി രൂപ അന്ന് വലിയ എമൗണ്ടാണ്. മറ്റുള്ള എല്ലാ സിനിമ ചെയ്യണം, അതല്ലാതെ, കാരണം എല്ലാം കുറച്ച് ദിവസത്തെ ആർട്ടിസ്റ്റുകൾ കുറച്ച് ദിവസമുള്ള സംഭവമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്നസേട്ടനും ജഗദീഷനും അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, 75 ലക്ഷമായാലും കുഴപ്പമില്ല. അപ്പോഴാണ് ലാലേട്ടൻ്റെ അടുത്ത് വിളിച്ച്, ലാലേട്ടൻ ജനറൽ സെക്രട്ടറി, ലാലേട്ടൻ പറഞ്ഞു, നീ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇന്നസേട്ടൻ അടുത്ത് പറഞ്ഞു, എന്തായാലും അവൻ കറക്റ്റായിട്ടുള്ളതായി പറഞ്ഞു, അത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ്ട് അവൻ തന്നെ പറഞ്ഞാലേ, നമ്മൾ ചോദിച്ചാലല്ലോ, അത് കൊടുക്കാൻ പറയൂ. പിന്നെ നമ്മുടെ എല്ലാവരും സപ്പോർട്ടുണ്ട്. ലാലേട്ടനാണ്. അപ്പോൾ ഞാൻ ലാലേട്ടൻ പറഞ്ഞു, ലാലേട്ടൻ ഇത് ലാലേട്ടനും ചെയ്യാം ഈ സിനിമ, വേണ്ടടാ ഇത് നീ ചെയ്താൽ മതി, നമ്മളെല്ലാം കൂടെ നിൽക്കാം. അങ്ങനെയാണ് നമ്മൾ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ചേട്ടൻ എല്ലാവരിലേക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അങ്ങനത്തെ അവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉള്ളൊരു സംവിധായകനാവണം. ഞാൻ ഇത് ഇങ്ങനെ സൂചന വന്നപ്പോൾ തന്നെ ഞാൻ ജോഷ് സാറിനെ വിളിച്ചു, സാർ ഇങ്ങനൊരു സിനിമ, അപ്പോൾ അത് നമുക്കെല്ലാം, ഞാൻ പറഞ്ഞില്ല, സാറ് തന്നെ ഫുൾ ചെയ്യണം എന്ന്. പിന്നെ എൻ്റെ കൂട്ടുകാരാണ് സിബി ഉദയൻ. അതുപോലെ പിന്നെ ഞാൻ ആലോചിച്ചത്, അതിന് കറക്റ്റ് ഒരു കൺട്രോളറായിരിക്കണം, എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാളായിരിക്കണം. അങ്ങനെയാണ് രഞ്ജിത്ത് എന്ന് പറഞ്ഞ കൺട്രോളർ വയ്ക്കുന്നത്. ആ സിനിമയിലാണ് ഞാൻ പൂർണ്ണമായിട്ടൊരു നിർമ്മാതാവായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള സിനിമ വരുമ്പോൾ ഞാൻ അഭിനയിക്കുന്ന സിനിമകളൊക്കെ ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 2 സിനിമ വേറെ പുതുമുഖങ്ങളെ വെച്ച് ചെയ്തു, അപ്പോഴെല്ലാം ഞാൻ അവർക്ക് വിട്ടുകൊടുക്കാറാണ് പതിവ്. എല്ലാം ഇങ്ങനെ വെറുതെ നോക്കും, വിട്ടുകൊടുക്കും. 2020 ഞാൻ തന്നെയായിരുന്നു നിർമ്മാതാവ്. കാരണം എന്നെ വിശ്വസിച്ച് വരുന്ന, ഞാൻ ദൂരെ അത്ഭുതത്തോടെ മാറി എന്ന് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ അവരുടെ മുമ്പിൽ ക്ലാപ്പടിച്ച് ഒരുപാട് കാലം അവരുടെ കൂടെ വർക്ക് ചെയ്ത അവരെയൊക്കെ വെച്ചിട്ടാണ് ഞാനൊരു വലിയ സിനിമ ചെയ്യുന്നത്. കാര്യം അമ്മയുടെ സപ്പോർട്ട് എന്ന് പറയുന്നൊരു വലിയ വിഷയം തന്നെയാണ്. അങ്ങ് ഏറ്റവും കൂടുതൽ സിനിമ അങ്ങയുടെ കണക്കിൽ പെടുന്നത് 1996 12 സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഇപ്പോൾ 9 സിനിമ 2012 അങ്ങയുടെ പേരിലുണ്ട്. അഭിനയിക്കാൻ പോകുന്ന സിനിമകളാണോ? അഭിനയിക്കാൻ 2012 അഭിനയിക്കാൻ പോകുന്നത് ഉൾപ്പെടെ അങ്ങ്? അല്ല, ഞാൻ അഭിനയിക്കാൻ പോകുന്നതിന് 2-3 സിനിമകളെ ഞാൻ ഓപ്പൺ ചെയ്യാറുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് മര്യാദ ഉറങ്ങാൻ പറ്റില്ല. കാര്യസ്ഥൻ അങ്ങയുടെ 100ാമത് ചിത്രം അല്ലേ? ഓർക്കാമെങ്കിൽ അത് നല്ലൊരു കമേഴ്ഷ്യൽ വിജയമായിരുന്നു. വാണിജ്യപരിധിയിലെ കലാമൂല്യം ചോർന്നു പോകാതെയുള്ള ശ്രദ്ധ, ഇത്തരം ഘടകങ്ങൾ സിനിമാ വ്യവസായത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രായോഗിക ബുദ്ധിയാണ് അങ്ങ് എന്ന് എല്ലാവർക്കും അറിയാം. നല്ല ലക്ഷണമാണത്, മോശം അർത്ഥത്തിലല്ല പറയുന്നത്. ഞാനൊരു സാധാരണക്കാരൻ്റെ ബുദ്ധി ഉപയോഗിക്കുള്ളൂ. ഈ സാമ്പത്തിക ശാസ്ത്രം ഉപവിഷയമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാർ എന്നെ കുറിച്ച് പഠിച്ചിട്ട് അങ്ങ് പറഞ്ഞ CID മൂസ തൊട്ടിങ്ങോട്ടുള്ള ചിത്രങ്ങളെല്ലാം തുടർച്ചയായി ഏറ്റവും കൂടുതൽ മെഗാ ഹിറ്റുകളുടെ നായകനാണ് അങ്ങ്. അത് മറ്റൊരു ഉത്തരമാണ് അങ്ങ് നൽകുന്നത്. അതായത് ഇടയ്ക്കിടെ തുടർച്ചയായി പൊട്ടിപ്പോകുന്ന നിരവധി ചിത്രങ്ങൾ, ലബ്ധപ്രതിഷ്ഠരായ നായക വേഷങ്ങൾക്ക് പോലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത സിനിമാ വ്യവസായം, കഥയില്ലായ്മയുടെ കേളീരംഗം, പുതിയൊരു ജനറേഷൻ്റെ ആവശ്യമുണ്ട്. പലതരത്തിലുള്ള, ചിലപ്പോൾ രസാത്മകമായി പറഞ്ഞാൽ അല്പം കോമാളിത്തരമുള്ള പരിഹാരം പോലും നിർദ്ദേശിക്കാൻ തുടങ്ങി. ആ ഘട്ടത്തിലും അങ്ങ് പറയുന്നു, ക്ഷമിച്ച് നിൽക്കൂ, നല്ല കോമ്പിനേഷൻ, നല്ല സിറ്റുവേഷൻ വർക്കൗട്ട് ചെയ്താൽ ഹിറ്റുകൾ ഉണ്ടാകാം എന്നുള്ളത്. അങ്ങ് ചരിത്രമാണ് മഹാരാജാസ് കോളേജിൽ ബിരുദത്തിന് തിരഞ്ഞെടുത്തതല്ലേ? അതിൻ്റെ ഭാഗമായി സാമ്പത്തിക ശാസ്ത്രം ഉപവിഷയമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാർ എന്നെ കുറിച്ച് പഠിച്ചിട്ട് എങ്ങനെയാണ് ഈ പ്രായോഗിക മതിത്വം ഉണ്ടായത്? ജീവിതത്തിലുണ്ടാക്കുന്ന ഒരുപാട് അനുഭവം തന്നെയുള്ള ഏറ്റവും വലിയ ഗുരു. ഒരു മനുഷ്യായുസ്സിൽ അനുഭവിക്കേണ്ട മുഴുവൻ 19 വയസ്സ് 21 വയസ്സിനിടയിൽ അനുഭവിച്ചിട്ടുണ്ട്, എല്ലാ രീതിയിലും. അപ്പം അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളാണ്. എന്ന് രാത്രി കിടക്കണതിന് മുമ്പ് തിരിഞ്ഞു നോക്കും.
തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ബോണസാണെന്നുള്ള രീതിയിലാണ്. അപ്പം അതുകൊണ്ട് അനുഭവം തന്നെയാണ് ഏറ്റവും വലിയ ഗുരു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോടും വാശിയില്ല, വെല്ലുവിളിയില്ല, ഒന്നുമില്ല. ജീവിത വേദാന്തം വളരെ ലളിതമായി അങ്ങ് പറയുന്നു. ഇതിൻ്റെ ആദ്യ പ്രേരണകൾ തീർച്ചയായും കുടുംബത്തിൽ നിന്നാകാം, അച്ഛനമ്മമാരിൽ നിന്നാകാം. 1968 ഒക്ടോബർ 27 ദേശം എന്ന സ്ഥലത്താണ് അല്ലേ, ആലുവയിൽ ജനനം. അച്ഛൻ വന്ധ്യനായ പത്മനാഭപിള്ള, അമ്മ അഭിവന്ധ്യ ശ്രീമതി സരോജം. ഭാര്യ എല്ലാവർക്കും അറിയാം, ശ്രീമതി മഞ്ജു വാര്യർ. 1998 ഒക്ടോബർ 20 വിവാഹം. മലയാള സിനിമയിലെയും മലയാള സമൂഹത്തിലെയും മനോഹരമായ ഒരു മിളനം, ഒരു കൂടിച്ചേരൽ. മകൾ മീനാക്ഷി. ഇതാണ് കുടുംബ പശ്ചാത്തലം. ചെറുപ്പകാലം ഇന്നുള്ള ദിലീപിനിൽ എത്രത്തോളം രൂപപ്പെടുത്തലുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്? അതാണ് നമ്മൾ ഈ ഗ്രാമാന്തരീക്ഷത്തിലുള്ള പല കഥാപാത്രങ്ങളും കേൾക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബാല്യവും കൗമാരവും നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള രീതികളും പാടത്തും പറമ്പിലൊക്കെ നടന്നിട്ട് ഇപ്പോൾ ഇന്നത്തെ ജനറേഷന് ചിലപ്പോൾ അതൊക്കെ അന്യമായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇന്നും ഓർമ്മകളിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനിച്ച നാട്ടിൽ നിന്ന് എങ്ങും പോവാതെ ഇവിടെയൊക്കെ തന്നെ ചുറ്റുപറ്റി നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ മദ്രാസിൽ താമസിക്കാൻ പോയിട്ടില്ലേ? ഞാൻ പറഞ്ഞു, കാരണം ഞാൻ കണ്ടു വളർന്ന ആളുകളും ഞാൻ പോയിട്ടുള്ള ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം എൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ആലുവപ്പുഴയും, സമയം കിട്ടുമ്പോഴൊക്കെ മുങ്ങി കുളിക്കാൻ പോകുന്ന ആലുവപ്പുഴ, കാരണം ഏത് സമയത്തും നിറഞ്ഞൊഴുകുന്ന ആലുവപ്പുഴ. അപ്പം അതൊക്കെ വിട്ടിട്ടുള്ളൊരു നാട്. ഞാനെപ്പോഴും പറയാറുണ്ട്, കേരളം എത്ര സുന്ദരമായ സ്ഥലമാണ്. നമ്മൾ ഈ പല പല രാജ്യത്ത് നമ്മൾ പോകാറുണ്ട്, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ നാട്ടിലേക്ക്, അതെല്ലാവർക്കും ഉണ്ടാവും. കലാകാരൻ എന്ന നിലയിൽ അങ്ങേക്ക് ഏതെങ്കിലും തരത്തിൽ വളരെ ദീർഘകാലം മാതൃകകളായി നിലനിൽക്കും പ്രേക്ഷക ഹൃദയത്തിൽ എന്ന് തോന്നാവുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ അങ്ങ് അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി അങ്ങനെ അവതരിപ്പിക്കണമെന്നുണ്ടോ? ഇനി അങ്ങനെയുള്ള ഒരു വിചാരധാരയിൽ ഈ സായിബാബ എന്ന ആ ഫിലിമിൽ അഭിനയിക്കാനുള്ള ആ ഒരു പുതിയ ദൗത്യം അങ്ങ് എങ്ങനെ കാണുന്നു? അതേക്കുറിച്ചൊക്കെ. ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളൊക്കെ എന്തായാലും മരിച്ചു പോവില്ല എന്നുറപ്പുണ്ട്. കാരണം സിനിമ നടനും നടിമാർക്കൊന്നും മരണമില്ലല്ലോ. കാരണം അവരേത് സമയത്തും സ്ക്രീനിലുണ്ടാവും. അത് എത്ര തലമുറകളോടും കൈമാറി ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കും. നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് വലിയ തെളിവുകളാണ് അതെല്ലാം. നമ്മൾക്ക് ആഗ്രഹം മലയാള സിനിമയുടെ ചരിത്രം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ, ഏത് സിനിമയുടെ ചരിത്രം എടുത്താലും നമ്മളുടെ ഒരു പേര്, നമ്മളൊരു നല്ല നടനായിരുന്നു എന്നുള്ളത് ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളോട് എന്നെക്കൊണ്ട് ആകാവുന്ന വിധത്തിൽ ഞാൻ സത്യസന്ധത പുലർത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങയുടെ വെബ്സൈറ്റിലും മറ്റു ചില വെബ്സൈറ്റുകളിലും അങ്ങ് സായിബാബയുടെ രൂപത്തിലുള്ള ചിത്രങ്ങൾ വന്നു തുടങ്ങി. ഒരുപക്ഷെ അതിൻ്റെ മേലെ സൂപ്പർ ഇമ്പോസ് ചെയ്തതായിരിക്കാം മുടിയൊക്കെ അങ്ങനെ വെച്ചിട്ട്. പക്ഷേ സത്യം പറയട്ടെ, സായിബാബയെ അവിടെ പോയി നേരിട്ട് കാണാനുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഒരു 80% സത്യസായി ബാബയുടെ ഒരു പ്രതിച്ഛായ ആ ചിത്രം കണ്ടപ്പോൾ തോന്നി. ബാക്കി 20% അങ്ങ് അഭിനയിച്ച് പൂർത്തീകരിക്കേണ്ടതാണ്. അല്ല, നമ്മളുടെ ഒരു ഇപ്പോൾ പറയുന്ന പോലെ മറ്റുള്ള വേഷങ്ങൾ പോലെയല്ല ബാബയുടെ വേഷം. കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, ഇൻ്റർനാഷണൽ ഫിഗറാണ്, എത്രയും ഡിവോട്ടീസ് ഉള്ള ആളാണ്. അപ്പം അത് ഞാനും കമ്മിറ്റ് ചെയ്യാൻ കാരണം, എൻ്റെ ചിത്രത്തിൽ അത് നെറ്റിൽ ഇതിലൊന്നും വരാൻ സാധ്യതയില്ല ആ ചിത്രം. കാരണം ബാബയുടെ മൂക്കും പുരുകവും മുടിയും വെച്ചിട്ട് എൻ്റെ ചിത്രത്തിൻ്റെ മേളിൽ വെച്ച ഒരു പിക്ചറാണ് എനിക്ക് ആദ്യം അവർ മെയിൽ ചെയ്തത്. അത് നെറ്റിൽ വന്നിട്ടുണ്ട്, അവർ ചെയ്ത അന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. കാരണം അത് അത്ര സാദൃശ്യം. പക്ഷെ അതൊരു കാരണം നമുക്കതൊരു ദൈവികമായിട്ട് ആണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം അത് നമ്മളിലേക്ക് ലാസ്റ്റ് ഒരുപാട് പേരിലൂടെ പോയി അത് നമ്മളിൽ വന്ന് നിന്നു എന്ന് പറയുന്നൊരു സംഭവത്തിന്. ഇപ്പം എന്ന് വെച്ചാൽ അതൊരു വലിയ ചലഞ്ചിങ് സംഭവം തന്നെയാണ്. കാരണം വെച്ചാൽ ജീവിച്ചിരുന്ന ഒരാളായതുകൊണ്ട്
യൂട്യൂബും ഇതൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നെറ്റ് അടിച്ച് നോക്കിയാൽ മാനറിസവും ഇതെല്ലാം കാണുകയാണ്. അപ്പോൾ അത് ഒരുപാട് പഠിക്കേണ്ട വിഷയമുണ്ട്. അപ്പം അത് സത്യം പറഞ്ഞാൽ വളരെ ഭയത്തോടുകൂടി തന്നെയാണ് അതിനെ കാണുന്നത്. ഇനിയെല്ലാം ബാബ സഹായിക്കട്ടെ. പ്രത്യേകിച്ചും ശ്രീ ദിലീപ്, അതായത് ഇങ്ങനെ പുണ്യപുരുഷന്മാരെക്കുറിച്ച്, യുഗപുരുഷന്മാരെക്കുറിച്ച്, ശ്രീനാരായണ ഗുരുദേവരെ ഉൾപ്പെടെയുള്ളവരെക്കുറിച്ച് ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും അദ്ദേഹം സമാധിയായി 1-2 വർഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചിത്രത്തിൽ വേഷമിടേണ്ടി വരുന്നു എന്നുള്ളത് തീർച്ചയായും വലിയ ഒരു വെല്ലുവിളിയും ഉദാത്തമായ സന്ദർഭവുമാണ്. ഞങ്ങളുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അങ്ങത് വളരെ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അത് വളരെ നീണ്ട ഷെഡ്യൂളാണല്ലേ? ഇല്ല, അങ്ങനെ ആയിട്ടില്ല. നമ്മൾ ഡേറ്റിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ അവർ ഷൂട്ടിംഗ് വെച്ചിരിക്കും പുട്ടപർത്തി, അതുപോലെ ഹൈദരാബാദ്, വൈശാഖ്, കാശ്മീർ, ഹിമാലയ, അങ്ങനെ ഒരുപാട്, കന്യാകുമാരി, എല്ലാ സ്ഥലത്തും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇപ്പോൾ പക്ക പ്ലാൻ ചെയ്തിട്ടാണ്. കാരണം മറ്റുള്ള ആർട്ടിസ്റ്റുകളും വലിയ ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ അമ്മയായിട്ട് അഭിനയിക്കുന്നത് ജയപ്രദ മാഡമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഇപ്പം എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയില്ല. കാവ്യ, അതുപോലെ തന്നെ മീര ജാസ്മിൻ, നവ്യ നായർ, എങ്ങനെയുണ്ട് അവരുടെയൊക്കെ ഭാവിയെക്കുറിച്ച്? എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് മലയാളത്തിൽ തീർച്ചയായും മമ്മൂക്കയും പിന്നെ മോഹൻലാലും ഒക്കെ ഉണ്ട്. അവരോടൊപ്പം നായികാവേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട നിരവധി താരങ്ങളുണ്ട്. വനിതകൾ വരുന്നു പോകുന്നു. പക്ഷേ അങ്ങയുടെ പ്രായവുമായി നോക്കുമ്പോൾ കാവ്യ, അതുപോലെ തന്നെ മീര ജാസ്മിൻ, നവ്യ നായർ, ഭാവന, ഇവരൊക്കെ പുതിയ തലമുറ എന്ന് പറയാനും പറ്റില്ല, എന്നാൽ അത്ര പഴക്കവും ഇല്ലാത്ത നടികളാണ്. എങ്ങനെയുണ്ട് അവരുടെയൊക്കെ ഭാവിയെക്കുറിച്ച്? എന്താണ് അങ്ങ് ആലോചിക്കുന്നത്? സാർ, എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാനിത് ചോദിക്കാൻ കാരണം പലരും വരുന്നു പോകുന്നു. അപ്പോൾ എന്താണ് അവരൊക്കെ? ഇവരെല്ലാവരും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ട്രസുകളാണ്. പിന്നെ സിനിമ ആയതുകൊണ്ട് നമുക്ക് ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം സിനിമയിൽ ഓരോ ദിവസം അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കേണ്ട ഒരു മീഡിയയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ അമിതാഭ് ബച്ചൻ്റെ കൂടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 2 ദിവസം പോയി ഒരു വലിയൊരു സിനിമ ചെയ്ത പോലത്തെ ഒരു ആഡാണ് ചെയ്തത്. അപ്പോൾ അത്ഭുതങ്ങളാണ് ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന പല കഥാപാത്രങ്ങളും തന്നെ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ നമ്മൾ ഒരു നോർമൽ ഇതിൽ നിൽക്കുന്ന ഒരാളെന്ന് പറയുന്ന ആൾ ചിലപ്പോൾ വലിയ ടോപ്പിൽ, ഇപ്പോൾ എൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു പെൺകുട്ടി, പേര് ഞാൻ പറയുന്നില്ല, അവർ പോരാ എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ടായിരുന്നു ഒരു സിനിമയിൽ നിന്ന്. അവരൊരുപാട് കരഞ്ഞു. ഞാൻ പറഞ്ഞു വിഷമിക്കരുത്, ഈ കഥാപാത്രമായിട്ട് ചിലപ്പോൾ ഇപ്പം ഇത്തിരി ബോഡിയൊക്കെ കുറഞ്ഞുകൊണ്ടും ഈ പ്രായം ശരിയാവാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും, വിഷമിക്കരുത്, ഒന്നുകൂടി വർക്ക് ചെയ്യുക. പിന്നെ സിനിമയാണ്, നാളെ നമ്മളെ പിടിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമ തന്നെ പുറകെ വരുന്നൊരു കാലം ഉണ്ടാവും. അത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ 2 നായികമാർ ഇന്ന് നോർത്ത് ഇന്ത്യൻ സിനിമകളുടെ ടോപ്പിൽ നിൽക്കുന്ന 2 പേരാണ്, നമ്മളോട് അഭിനയിച്ച ആൾക്കാരാണ്. അപ്പോൾ സിനിമ എന്ന് പറയാം, അപ്പോൾ ഇവരുടെ ഒന്നും ഭാവിയൊന്നും പ്രവചിക്കാൻ പോലും പറ്റില്ല നമുക്ക്. ആ തരത്തിലാണ്. കാരണം അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ സംഭാഷണങ്ങളിലൊക്കെ പൊതുവെ പ്രസരിച്ചു നിൽക്കുന്ന ഒരാത്മഭാവം ശ്രദ്ധിക്കുകയുണ്ടായി. ഒരു പരിവ്രാജകത്വം. ആത്മീയ തലത്തിൽ ഇതൊന്നും എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകേണ്ടതല്ല, എൻ്റെ കർമ്മത്തിൻ്റെ ഭാഗമായി ഞാൻ ചെയ്യുന്നു, പക്ഷേ ഞാനിപ്പോഴും വളരെ ലളിതമായി ഉണ്ടല്ലോ, നമ്മുടെ ഉത്ഭവവുമായി എപ്പോഴും സല്ലപിച്ച് നിൽക്കാനുള്ള ഒരു ആധ്യാത്മികതയുടെ മണികുലുക്കം എവിടെയൊക്കെയോ ഉണ്ടല്ലോ അങ്ങയിൽ. എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? ഉണ്ടാവും സാറ്. കാരണം അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നാം ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്ന് പറയുന്നത്. കാരണം ഒരുപാട് അനുഭവങ്ങൾ കാണുമ്പോൾ നമ്മളുടെ കയ്യിൽ എന്താണുള്ളത്, അടുത്ത നിമിഷത്തെ ഒരു ജീവിതം പോലും ഒരാളുടെ ഔദാര്യമല്ലേ. നമുക്ക് പോലും അറിയില്ല നമുക്ക് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു, അപകടങ്ങൾ എവിടെ ഒളിച്ചിരിക്കുന്നത്, അസുഖങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഒന്നും നമുക്കറിയുന്നില്ല. എന്നിട്ട് നമ്മളിവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്, പോകുമ്പോൾ ഒരു കൺവീല് പോലും കൊണ്ടുപോകണമില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് തരുന്നു.
നമ്മളുടെ തലമുറ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരാൾക്കും കൂടി വേണ്ടി ഇത് പറ്റാവുന്നത് സൂക്ഷിച്ചു വെക്കുന്നു. നമ്മളിത് സൂക്ഷിച്ചു വെക്കുന്നത് നമ്മുടെ മുൻ തലമുറയിലെ ആളുകൾ, പ്രത്യേകിച്ച് നമ്മളുടെ ജോലി ചെയ്തിരുന്ന ആൾക്കാർ തന്നെ, അവിടെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് അവരുടെ ഒരു ജീവിതം നമ്മൾ ഒരുപാട് പേരുടെ കണ്ടു. അപ്പോൾ എല്ലാവർക്കും ചോദിക്കാം, മറ്റുള്ള ആൾക്കാർക്ക് അവരെ സഹായിച്ചൂടെ? പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, സഹായിക്കുന്നതിന് പരിധിയുണ്ട്. അപ്പം എനിക്ക് ഒരവസരം തരുമ്പോൾ ഞാനത് ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അച്ഛൻ്റെ ഓർമ്മക്ക് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ടല്ലേ? ട്രസ്റ്റ് GP ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് ഏതാണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഉദ്ദേശിച്ചു. തീർച്ചയായിട്ടും അത് പഠിത്തം, അതുപോലെ വീടില്ലാത്തവർക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അതിൻ്റെ ഒരു രീതികൾ. അത് നമ്മൾ കേരള ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആലുവയിലൊരു പ്രസ്ഥാനമുണ്ട്, അവരൊക്കെയായിട്ട് ചേർന്നിട്ട് ഒരുപാട് വീടുകൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതുപോലെ 12ാം ക്ലാസ് വരെ കുട്ടികളെ പഠിപ്പിക്കുക, ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെ കൂടുതൽ പൈസ അല്ലെങ്കിൽ ചികിത്സ ഇത് കൊടുക്കുന്നത് ക്യാൻസർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു വർഷത്തിൽ 100 പേർക്ക് കാഴ്ച കൊടുക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയുമായി ഏറെ ബന്ധപ്പെടുന്ന ഒരു പ്രമേയം, ഒരുപക്ഷെ നമ്മുടെ സിനിമാ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയ കഥയിലെ അഭിനയത്തിനാണ് ഏറ്റവും ഒടുവിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചതിൽ ഏറ്റവും ഒടുവിൽ അങ്ങക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട് 2-3 ചിത്രങ്ങളെങ്കിലും അങ്ങ് ചെയ്തിട്ടുമുണ്ട്. ഈയിടെ റിപ്പോർട്ടുകളിൽ കണ്ടു ശ്രീ അടൂർ ഭാസിയെ കേന്ദ്രീകരിച്ചുള്ള എന്തോ ഒരു പ്രോജക്റ്റ്, എന്താണത്? ഇല്ല സാർ, അവർ വന്നു, പക്ഷേ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല. അത് ഞാനും കണ്ടു പത്രത്തിൽ. അതിൻ്റെ ഡയറക്ടർ സുഖമായിട്ടും വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം ജീവിച്ചിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരുടെ മനസ്സിൽ, എല്ലാ തലമുറകളുടെ മനസ്സിലുള്ള ഒരു വലിയൊരു നടനാണ്. ഞാൻ വെറുതെ കാണുന്നെല്ലാം പോയി എടുത്തു വെച്ചത് കുഴപ്പമാക്കേണ്ട കാര്യമില്ല, അങ്ങനത്തെ സംഭവം അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാനില്ല എന്നുള്ള രീതി ഞാൻ സംസാരിച്ചു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് അങ്ങേയറ്റം നന്ദിയുണ്ട്. അങ്ങ് വിശേഷിപ്പിച്ചതുപോലെ വളരെ സാധാരണ മലയാളിയുടെ പ്രതിച്ഛായ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുകയും മലയാളത്തെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ തന്നെ സിനിമയിലും ജീവിതത്തിലും അത്ഭുതങ്ങൾ കാണിക്കാനുള്ള അങ്ങയുടെ ഈ മായാമോഹന സിദ്ധി അങ്ങയോടൊപ്പം എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം തന്നതിന് നന്ദി. നമസ്കാരം. നമസ്കാരം സാർ. താങ്ക് യു വെരി മച്ച്.